ഇവരുടെ ഈ പറഞ്ഞ ആളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഈ 6ഉം 7ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുന്നുള്ളതാണെന്ന് പറയണത് എത്രത്തോളം ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇത് കേരളമാണത്, അല്ലാതെ UP ഒന്നും അല്ലല്ലോ. അന്ന് എല്ലാ വർഷവും ഈ കരോൾ കുട്ടികൾ നടത്താറുള്ളതാണോ? എല്ലാ വർഷവും നടത്തുമ്പോൾ അവർ എല്ലാപ്പോഴും നടത്തുമ്പോൾ നടത്തി, അത്രേ ഉള്ളൂ. ഈ കുഞ്ഞു കുട്ടികളാണ്, അപ്പം ഇത് മദ്യപിച്ചിട്ടുണ്ട്, ക്രിമിനൽ സംഘമാണെന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാലോ അവരുടെ ഈ പറഞ്ഞ ആളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഈ 6ഉം 7ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുന്നുള്ളതാണെന്ന് പറയണത് എത്രത്തോളം ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇത് കേരളമാണത്, അല്ലാതെ UP ഒന്നും അല്ലല്ലോ. എത്ര വയസ്സുള്ള കുട്ടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഒരു 11, 12, 13 ഈ വയസ്സുള്ള കുട്ടികൾ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു ഈ കരോൾ സംഘത്തിലുണ്ടായിരുന്നു. 10 മുതൽ 14, 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഒരു 6-7 കുട്ടികൾ, 10 കുട്ടികളുടെ താഴെ ഉണ്ടാവുക, അത്രേ ഉള്ളൂ. മുതിർന്നവരാരും ഉണ്ടായിരുന്നില്ല? ഇല്ല, മുതിർന്നവരാരും ഇല്ല. ഇപ്പൊ ഈ മദ്യപിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമായോ? വിഷമം മാത്രമല്ല, അതൊരു സങ്കടം പോലെ തോന്നി. കാരണം ഒരു അച്ഛൻ എന്ന രൂപത്തിലേക്ക് ഈ 12 വയസ്സിൽ കുട്ടികൾക്ക് മദ്യപിച്ചിട്ട് ലക്കില്ലാതെ ഒരു ഇത് നടത്തുക എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയല്ലേ. കാരണം ഇവരൊക്കെ ഈ 12 വയസ്സുള്ള അച്ഛനമ്മമാരാണല്ലോ ഇവരൊക്കെ ഉള്ളത്. ഈ പറഞ്ഞ ആൾക്കാർ ആരായാലും ഈ 12 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വിലയും മുതിർന്നിട്ടുണ്ടാവും. ഇവർക്കൊക്കെ ആ സമയത്ത് ഈ മദ്യം കൊടുത്തിട്ടാണ് അവർ വളർത്തിയത്. ആലോചിക്കാനുള്ളൂ. ഈ ക്രിമിനൽ സംഘം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി? ഞങ്ങൾ മാനസിക ബുദ്ധിമുട്ട് മാത്രം, ഞങ്ങൾ ഒരു മക്കളെ വളർത്തുന്നത് ഒരു ക്രിമിനൽ സംഘമാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. കാരണം ഇവരൊക്കെ അങ്ങനെയാണ് നടത്തിയതെന്നുള്ളത് നമുക്കറിയില്ല. ഞങ്ങളെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ വീട്ടുകളിലെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ വന്ന് ഞങ്ങളെ നോക്കുക. കാരണം ഞങ്ങളുടെ കുട്ടികൾ എവിടെയൊക്കെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നോക്കണമെന്നുള്ളത് മനസ്സിലായില്ലേ. ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ആൾക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടല്ലേ. അവർ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളല്ലേ, പേടിച്ചിട്ട് വെളിയിൽ ഇറങ്ങാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത മടിയാണ് ഇപ്പോൾ. ഇത് അതായത് ഈ പ്രസ്താവനയ്ക്കെതിരെ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തുടർന്ന് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഈ അതിശയം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സാധാരണ കൃഷ്ണകുമാറിനെ പോലുള്ള ഒരു നേതാവ് കൊച്ചു കുട്ടികളിൽ ഇങ്ങനെ ആക്ഷേപിക്കുന്ന സമയത്ത് അവർക്കൊന്ന് അവരുടെ ആത്മപരിശോധന ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവില്ല അവരുടെ വീട്ടിൽ ഇങ്ങനെയാണെന്നുള്ള കാര്യം അറിയണ്ടേ.